ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ മീഡിയകളിലൂടെ ഭയാനകമായ പല സംഗതികളും കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിലും ഭയാനകമാണ് ഗസയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മേപ്പാടിയിൽ വളരെ തുച്ഛമാളുകൾ, അതും പ്രശ്നം തന്നെയാണ്, അല്ലാഹ് കാക്കട്ടെ, അവർക്ക് ശുഹദാഇൻ്റെ പ്രതിഫലം നൽകട്ടെ. മണ്ണിനടിയിൽ കിടക്കുന്ന അവരെ തെരഞ്ഞു പിടിച്ച് ഓരോ മതപരമായ നിയമങ്ങൾക്കനുസരിച്ച് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ അള്ളാഹു പെട്ടെന്ന് വഴിയൊരുക്കി തരും. ആലോചിച്ച് നോക്കൂ, 10 മാസം ദിവസം ഇടമുറിയാതെ നെതന്യാഹു എന്ന പിശാച്ച് ഹബീബിൻ്റെ ഉമ്മത്തിനെ നിഷ്ഠൂരം വധിച്ചുകൊണ്ടിരിക്കുന്നു. 40,000-ഓളം കുഞ്ഞു മക്കളടക്കം. പക്ഷേ ഇതൊന്നും ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ല. കാരണം നമുക്ക് സുന്ദരമായൊരു ജീവിതം നാളെ വരാനുണ്ട്. ഇതുപോലത്തെ മരണങ്ങൾ സംഭവിക്കുമെന്നും ഇതുപോലത്തെ മരണത്തിൽ സംഭവിച്ചാൽ വലിയ വലിയ ഓഫറുകളുണ്ടെന്നും ഹബീബ് നമ്മെ പഠിപ്പിച്ചു. എത്ര കഷ്ടപ്പെട്ടോ അത്രയും വലിയ വലിയ ഓഫറുകൾ. എന്താ? ആഖിറത്തിൽ ഇവരെല്ലാം ശുഹദാഇൻ്റെ പദവിയിൽ പോരെ അവർക്ക്. നമ്മളെ കാര്യം വേജാറ്. കാണുമ്പോഴും കേൾക്കുമ്പോഴും അസഹ്യമാണെങ്കിലും അവരൊക്കെ പുണ്യവാളന്മാരായി മാറി സെക്കൻഡുകളൊക്കെ. ഇതിലും വലിയ പ്രശ്നമല്ലേ ആഖിറത്തിൽ നമുക്ക് വരാനുള്ളത്. മരണസമയത്ത് അണുമണി തൂക്കം ഈമാനും ഇല്ലാതെ അങ്ങ് മരിച്ചു പോയാൽ പിന്നെ എന്നെന്നും കത്തിയാളുന്ന നരകത്തിലായിരിക്കും. അതല്ലേ വലിയ പ്രശ്നം. അതാണ് വലിയ പ്രശ്നം. ഇതൊക്കെ സഹിക്കാം കുറച്ചു നേരം. അതോ ഖാലിദീന ഫീഹാ അബദാ, അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഈമാനില്ലാതെ പണി കഴിയാതെ. അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. ആര് സഹായിക്കും? എന്നും കത്തി അമരല്ലേ, എന്നാ പറ്റ നശിച്ചു പോവും. ഇല്ല, ലാ യമൂത്തു ഫീഹാ, അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ചിന്തിക്കണേ, ഭയങ്കരം തന്നെയല്ലേ. അതിൻ്റെ മുൻപ് മഹ്ശറയിൽ എന്തെല്ലാം സംഭവിക്കും. ഈമാനുണ്ടോ? തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാൽ രക്ഷയുണ്ട്. മാഷാ അല്ലാഹ്. അള്ളാഹു ആഖിബത്ത് മഹ്മൂദത്താക്കി തരട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് വന്ന റിപ്പോർട്ട് മഹാൻ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വാദിഖുൽ മസ്തൂഖായ മുത്തുനബി പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ കാണുമ്പോഴും പരിഹസിക്കുന്ന ചില ആളുകളുണ്ട്. പരിഹാസത്തിൻ്റെ ഫലക്ക് പിന്നെ തിരിയും. അതൊക്കെ പിന്നെ തിരിയും. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. എങ്ങനെ? ഖബറാണ് പൊട്ടിയിട്ട് എല്ലാവരും മഹ്ശറേക്ക് പോകില്ലേ?
അപ്പോഴേ എങ്ങനെ ഒരുമിച്ച് സലാസത്ത അസുനാഫിൻ 3 വിഭാഗമായിരിക്കും. മഹ്ശറയിലേക്ക് പോവേണ്ടേ ആ സമയത്ത് ജനങ്ങൾ 3 വിഭാഗമായിരിക്കും. ഒരു വിഭാഗം സ്വിൻഫൻ മുഷാത്തൻ, മഹ്ശർ ഭൂമികയിലേക്ക് നടന്നു പോകുന്ന ഒരു വിഭാഗം ആളുകൾ. അതാരാ? വഹുമുൽ മുഅ്മിനൂൻ അല്ലദീന ഖലഖൂ സ്വാലിഹ അഅമാലിഹിം ബിസയ്യിഹാ. വിശ്വാസികളാണ്, പക്ഷേ മിക്സ്ഡാണ്. നന്മയും തിന്മയും ചെയ്ത വിശ്വാസികളാണ്. അവർ നടന്നായിരിക്കും പോവുക. ഇതാണ് ഒരു വിഭാഗം. അല്ലാഹു ഈമാൻ തരട്ടെ. നീ നടന്നു പോയാലും കുഴപ്പമില്ല, ഈമാൻ വേണം. രണ്ടാമത്തെ വിഭാഗമോ വസ്വിൻഫൻ റുക്ബാന ഐ അലന്നൂഖ്, ഒട്ടകപ്പുറത്ത് അടിച്ച് പൊളിച്ച് ഖബറിന്ന് മഹ്ശറ ഭൂമികയിലേക്ക് പോകും. അതാരാ? അസ്സാബിഖൂനൽ കാമിലൂനൽ ഈമാൻ. എന്താ? കാമിലീങ്ങളായ, എല്ലാത്തിലും മുമ്പന്മാരായ പരിപൂർണ വിശ്വാസികൾ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. മുൻപന്മാർ, എല്ലാത്തിലും മുൻപന്മാർ. എന്ത് കേട്ടാലും എന്തനുഭവിച്ചാലും അള്ളാഹുവിന് വിട്ട് കളിയില്ല. തീരുമാനങ്ങളെല്ലാം കഴിഞ്ഞു പോയതാണ്. ആ തീരുമാനം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. ചിലത് നമുക്ക് സഹിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി, കാരണം ക്ഷമിക്കാനൊക്കെ ബുദ്ധിമുട്ടായി. എന്നാലും ഇതൊക്കെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനം നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ ഒരു ചോദ്യം, എന്താ ഇപ്പം ഈ 3 വിഭാഗത്തിൽ റസൂലുള്ള ആദ്യം ആരെ പറ്റിയാണ് പറഞ്ഞത്? മുഅ്മിനീങ്ങളിലെ നന്മയും തിന്മയും ചെയ്ത ആളുകളാണല്ലോ. പിന്നെയുള്ളോ കാമിലീങ്ങൾ പറഞ്ഞു. അതിന് പല കാരണങ്ങൾ പറഞ്ഞു. ഒരു കാരണം എന്താ? ലിഅന്നഹും ഹുമുൽ അക്സറൂന മിൻ അഹ്ലിൽ ഈമാൻ. മുഅ്മിനീങ്ങളിൽ അധിക ആളുകളും അങ്ങനെ ആയിരിക്കുന്നു. രണ്ടും ചെയ്തു, നന്മയും തിന്മയും ചെയ്തു. നമുക്ക് നമ്മളൊക്കെ അവസ്ഥ അറിയില്ലേ? അള്ളാഹു നന്നാക്കി തരട്ടെ. മൂന്നാമത്തെ വിഭാഗോ വസിൻഫൻ അലാ വുജൂഹിഹിം. മാഷാ അല്ലാഹ്, പ്രശ്നം എന്തനല്ലേ? മുഖത്തിൻ്റെ മേൽ നടക്കുന്ന ഒരു വിഭാഗം. എങ്ങനെയാണ് മുഖത്തിൻ്റെ മേൽ നടക്കുക? ചോദ്യം. ഖീല യാ റസൂലല്ലാഹ് വകൈഫ യംശൂന അലാ വുജൂഹിഹിം. എങ്ങനെയാണ്? നമുക്കിപ്പോൾ കാലോട് നടത്തല്ലേ അറിയുള്ളൂ. ഈ മുഖത്തിൻ്റെ മേൽ എങ്ങനെ നടക്കും? കാലുകൊണ്ട് നടക്കാൻ കഴിവ് തന്ന അള്ളാഹ്ക്ക് മുഖത്തിൻ്റെ മേൽ നമ്മളെ നടത്താൻ കഴിയും. ഖാലാപ്പ് റസൂല പറഞ്ഞു, ഇന്നല്ലദീ യംശാഹും അലാ അഖ്ദാമിഹിം ഖാദിറുൻ അലാ യംശിയഹും അലാ വുജൂഹിഹിം. ഇന്നല്ലദീ എവിടെ? ഇന്നല്ലദീ യംശാഹും അലാ അഖ്ദാമിഹിം. അഖ്ദാമിൻ്റെ മേൽ, ഖദമുകളുടെ മേൽ, കാലുകളുടെ മേൽ നടത്താൻ കഴിവ് തന്ന അല്ലാഹു, നടത്തിയ അല്ലാഹ് ഖാദിറുൻ അലാ യംശിയഹും ഫി അലാ വുജൂഹിഹിം. മുഖം കൊണ്ട് നടക്കാനും കഴിവുള്ള ആളുകളാണ്. ഇതാരാ? വഹുമുൽ കുഫാർ. മഹ്ശറയിലേക്ക്, ഖബറിന്ന് മഹ്ശറയിലേക്ക് കാഫിറുകൾ പോകുന്ന രൂപം മുഖം കുത്തിങ്ങനെ പോവും. വല്ലാത്തൊരു സംഭവം തന്നെയല്ലത്. ഇതൊക്കെയല്ലേ വലിയ സംഭവങ്ങൾ. ഇതിനൊക്കെ രക്ഷപ്പെടണം. എന്ത് വേണം? ഈമാന് വേണം. അള്ളാഹു ഈമാൻ നൽകട്ടെ. നമുക്കിപ്പോൾ ചെറു ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ വലിയ ഇടങ്ങാറാ, വലിയ വേജാറാ കണ്ടാവും.
പക്ഷേ ഇതൊക്കെ വളരെ ചെറുതു മാത്രമാണ്. നാളെ ആഖിറത്തിൻ്റെ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നം. നേരത്തെ പറഞ്ഞമായി ഈമാനില്ലാതെ അങ്ങ് മരിച്ചു പോയാൽ പിന്നെ നോ രക്ഷ, ഒരു കാലത്തും രക്ഷയില്ല. അപ്പോൾ ഈ താൽക്കാലിക സുഖങ്ങളിലും താൽക്കാലിക ബുദ്ധിമുട്ടുകളിലും നമ്മൾ നിന്ന് രസിക്കുകയും ഇടങ്ങാറാവുകയും ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. നാളത്തെ സുഖമാണ് സുഖം, നാളത്തെ ഇടങ്ങാറാണ് ഇടങ്ങാറ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈമാൻ. ഇപ്പം ഈമാൻ ഉണ്ടായിട്ടും കാര്യമില്ല. യഥാർത്ഥ ഈമാൻ, പരിഗണനീയമായ ഈമാൻ എപ്പോഴാണ്? മരിക്കുന്ന സമയത്ത്. ദുനിയാവിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈമാൻ വേണം. 100 വർഷം മുഅ്മിനായി ജീവിച്ചു, മരിക്കണ സമയത്ത് ഈമാൻ പോയാലോ ഒരു കാലത്തും രക്ഷപ്പെടില്ലല്ലോ. ലഅനത്തുല്ലാഹി ഇബ്ലീസക്കാരാ 80,000 കൊല്ലം സ്വർഗത്തിലാണ്. അതിൽ 1000കണക്കിന് വർഷം മലക്കാള ഉസ്താദാണ്. പോടാ പുറത്ത് നല്ല പറഞ്ഞു. ബൽആം ആരായിരുന്നു? ലൗഹിലേക്ക് നോക്കി ക്ലാസ് എടുക്കുന്നയാളാണ്. 1000കണക്കിന് ശിഷ്യന്മാരാ ആ ഇൽമു നുകർന്നു കൊണ്ടിരിക്കുന്നു. അവനെപ്പറ്റി അള്ളാഹ് പറഞ്ഞു, അവൻ ചെത്തലപ്പട്ടിയെ പോലെയാണ്. വിശുദ്ധമായ ഖുർആൻ. അള്ളാഹ്ക്ക് നമ്മളൊന്നൊന്നുമല്ല. റബ്ബിനോട് നല്ലോണം പറയണം. നാളത്തെ ദുരന്തങ്ങളെ തൊട്ട് നമ്മൾ രക്ഷപ്പെടണം. അതിനെന്ത് വേണം? ഈമാനോടുകൂടെ നമ്മൾ മൗത്താവണം. റബ്ബ് അതിനുള്ള എല്ലാ വഴികളും ഒരുക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്.